നിനക്ക് എന്താടാ പറ്റിയേ? നീ എന്താ ഇങ്ങനെ വല്ലാതിരിക്കുന്നേ? കൺമുന്നിലിട്ട് ഒരുത്തിനെ വെട്ടിക്കൊല്ലുന്നത് കണ്ടിട്ടും നിനക്കൊക്കെ അത് നോക്കി നിൽക്കാൻ കഴിഞ്ഞല്ലോടാ. ആ മർഡർ ചേച്ചി ആരാണെന്നറിയോ നിനക്ക്? ധർമ്മ. അവനെ പറ്റി ഒന്നും അറിയില്ല നിനക്ക്. എതിരാളികളെ കൊല്ലാനല്ലാതെ സംസാരിക്കാൻ അറിയില്ല അവനെ. ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവനെക്കുറിച്ച് ഓർത്ത് മനസ്സ് പുണ്ണാക്കാതെ നമുക്ക് നമ്മുടെ പണി നോക്കിയാൽ മതിയല്ലോ. അതുപോട്ടെ, നിന്റെ അംബിഷൻ എന്താ? പോളിറ്റിക്സ്. ഓഫ് കോഴ്സ് ലീഡർ. ലീഡർ? ഏത് കൊച്ചുകുട്ടിയോട് ചോദിച്ചാൽ പോലും അവൻ പറയും ലീഡർ ആവണം. നീയൊക്കെ എങ്ങനെ ലീഡറാവും? ഒരു ലീഡർ ആവാനുള്ള യോഗ്യത നിനക്കില്ല. അതിന് ധൈര്യമാ വേണ്ട. അതിനെന്ത് വേണമെന്ന് നീ തന്നെ ആലോചിക്കും. ഇനിയിപ്പൊ സ്റ്റാർട്ട് ചെയ്തോളൂ. ഇന്നെന്റെ ഡാഡിയെ കാണാൻ വരാന്ന് പറഞ്ഞിരുന്നില്ലേ? മറന്നുപോയോ? മനസ്സിലായില്ല. ചരൺസ് മദർ. ഓ, വരൂ വരൂ. താങ്ക് യു. ഇരിക്കൂ. മഞ്ജു പറഞ്ഞായിരുന്നു ചരണമായിട്ട് എത്തുമെന്ന്. അത് ഭയന്നിട്ടാ ഞാൻ ആദ്യമേ ഇങ്ങോട്ട് വന്നത്. ഭയമോ? വേറൊന്നുമല്ല, അവനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്താൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് കൺട്രോൾ പോകുന്ന ടൈപ്പ് അവൻ. ആഹാ, അപ്പൊ കൺട്രോൾ പോയാ നിങ്ങളുടെ കാറ് മാറ്റിയിട്ട് ആംബുലൻസിലായിരിക്കും പോകേണ്ടി വരിക. അവനോട് സൂക്ഷിച്ചോരോ കാര്യവും പറഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ സംഭവിക്കാന്നറിയില്ല. സ്നേഹത്തോട് എന്തെങ്കിലും പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യുന്നത് നല്ലത്. തർക്കുത്തരം പറയുന്നവരോട് അവന് ഒട്ടും ഇഷ്ടമല്ല. പെട്ടെന്ന് ദേഷ്യം വന്നിരിക്കും. അപ്പൊ ദേഷ്യം വന്നാൽ എന്ത് ചെയ്യും? തല്ലിയിരിക്കും. അതിനിപ്പോ പേടിക്കാനൊന്നുമില്ല. നിങ്ങളുടെ മകൻ എന്തെങ്കിലും ബെറ്റർ ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ അതോടെ ഒന്ന് പറ. അവനവന്റെ അമ്മയെ പൊന്നുപോലെ നോക്കിക്കോളും. ഭാര്യയെ അത്ര നന്നായി നോക്കിയെന്ന് വരില്ല. എന്താ, ഭാര്യ നോക്കുമ്പോ അവന് കണ്ണ് കാണില്ലേ? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. വേണമെങ്കിൽ വിശ്വസിച്ചാ മതി. മനസ്സിൽ വെച്ചാ മതി ഇതൊക്കെ. മഞ്ജുവിനോട് ഇപ്പൊ ഇതൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞു തന്ന പോലെ ഒന്ന് പറഞ്ഞാൽ മാത്രം മതി. എന്തിനെങ്ങനെ പേടിക്കുന്നേ? അയ്യോ അമ്മേ, അമ്മ എന്താ ഇവിടെ? അമ്മയെന്നാ? ചരണിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയാൻ വന്നതാ. അപ്പൊ അമ്മയെല്ലാം പറഞ്ഞു കൊടുത്തല്ലേ? ഇനിയിപ്പോ ഇവിടെ നിൽക്കണോ അതോടൊന്ന് പോകുന്നതാണോ നല്ലത്? നിന്നെ കുറിച്ച് നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്കിൾ, പലരും എന്നെ കുറിച്ച് പലതും പറഞ്ഞെന്നിരിക്കും. അങ്കിളിന് എന്നോടുള്ള വിശ്വാസമാണ് എനിക്ക് വലുത്. നിന്നെക്കുറിച്ച് എൻ്റെ മോള് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിന്റെ അമ്മ പറഞ്ഞ നിന്റെ സ്വഭാവത്തെക്കുറിച്ചും എനിക്കറിയാം. ആരെന്ത് പറഞ്ഞാലും സ്നേഹിക്കാനൊരു മനസ്സുണ്ട്. മോള്, ഇവൾ എനിക്കൊരു മകള് മാത്രമല്ല, എൻ്റെ ജീവനാ. ഇപ്പൊ നീയും. ടേക്ക് കെയർ. ഷുവർ. ഞാൻ അവളായിട്ടൊരു ഫസ്റ്റ് ഷോയും കഴിഞ്ഞ് പറഞ്ഞു വിട്ടേക്കാടാ. എവിടാ നിന്റെ മോള്?